Hi students, we will discuss the series operation of thyristors. Okay, എങ്ങനെയാണ് നമുക്ക് സീരീസ് ആയിട്ട് thyristors ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ, നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ സീരീസ് കണക്ഷൻ ഓഫ് thyristors T1 ആൻഡ് T2 ആണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ഐഡന്റിക്കൽ ആയിട്ടുള്ള SCRs എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ ഐഡന്റിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളതാണ് തൈറസ്റ്റർ 1ൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ്. അതിങ്ങനെ വന്ന് ബ്രേക്ക് ഓവർ വോൾട്ടേജ് VBO1 ആണ്. അവിടെ നിന്ന് നേരെ പിന്നെ കണ്ടക്ഷൻ മോഡിലോട്ട് പോയി, ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലോട്ട് പോയി, ഫോർവേഡ് ബ്രേക്കിംഗ് മോഡിൽ നിന്ന്. ഓക്കെ, ഇനി അതുപോലെ തന്നെ തൈറസ്റ്റർ 2ൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് ഇങ്ങനെ വന്ന് അതിൻ്റെ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് VBO2 ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നേരെ കണ്ടക്ഷനിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരേപോലത്തെ തൈറസ്റ്റർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ എന്തായിക്കൊള്ളണമെന്നില്ല, സെയിം ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ എപ്പോഴാണ് സീരീസ് കണക്ഷൻ ഓഫ് SCR യൂസ് ചെയ്യുന്നത്? ഇഫ് ദ റിക്വയർഡ് വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദ എക്യുപ്മെൻറ്റ് ഈസ് മോർ ദാൻ ദ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് എ സിംഗിൾ തൈറസ്റ്റർ, നമ്മൾ എന്ത് ചെയ്യുന്നു? ദെൻ സെവറൽ തൈറസ്റ്റേഴ്സ് ഹാവ് ടു ബി കണക്റ്റഡ് ഇൻ സീരീസ്. Okay, so the characteristic properties of thyristors of the same make and rating are not same and leads to some major problems. Okay, അപ്പോൾ ഇതിൽ രണ്ട് പ്രോബ്ലംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ ഡിവൈസസ്. ഓക്കെ, അതായത് തൈറസ്റ്റർ T1ൻ്റെയും T2ൻ്റെയും അക്രോസുള്ള അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ് ആണ് ഇതിൽ ഒരു മേജർ പ്രോബ്ലം. രണ്ടാമത്തെ മേജർ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ ഡിഫറൻസ് ഇൻ ദ റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കി. ഈ ഫിഗർ ഷോസ് ദ IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടു ഐഡന്റിക്കൽ SCRs. ഇവിടെ VBO1 ആൻഡ് VBO2 രണ്ടും എന്താണ്? ദേ ആർ ദ VBO1 ആൻഡ് VBO2 ആർ ദി ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജസ് ഓഫ് thyristors T1 ആൻഡ് T2 റെസ്പെക്റ്റീവ്ലി. സോ നിങ്ങൾ നോക്കുക, ഫോർ SCR T2 നമുക്കൊരു ഒരു പെർട്ടിക്കുലർ ലോഡിൽ ആണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ഒരു പെർട്ടിക്കുലർ ലോഡ് നമ്മൾ I0 എന്നുള്ള കറണ്ട് എടുത്തു. ഓക്കെ, ആ ലോഡിൽ വരുന്ന കറസ്പോണ്ടിങ് ആനോഡ് വോൾട്ടേജുകളാണ് നമ്മുടെ I0യിൽ നമ്മൾ എക്സ് ആക്സിസിന് പാരലൽ ലൈൻ വരയ്ക്കുന്നു. സോ അത് നമ്മുടെ ആദ്യത്തെ തൈറസ്റ്ററിൻ്റെ കേർവിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് V1. രണ്ടാമത്തെ തൈറസ്റ്ററിൻ്റെ കേർവിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് V2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫോർ SCR T2ൽ ഉള്ള ലീക്കേജ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? V2 ഡിവൈഡഡ് ബൈ I0 ആയിരിക്കും ലീക്കേജ് റെസിസ്റ്റൻസ്, അല്ലേ? ലീക്കേജ് റെസിസ്റ്റൻസ് ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ I0. ഇൻ തൈറസ്റ്റർ 1ൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ലീക്കേജ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? V1 ഡിവൈഡഡ് ബൈ I0. ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക? നമുക്കറിയാം V2 ആണ് കൂടുതലുള്ളത്, അല്ലേ? സോ V2 ഡിവൈഡ് ബൈ I0, ദാറ്റ് ഈസ് ലീക്കേജ് റെസിസ്റ്റൻസ് ഓഫ് തൈറസ്റ്റർ T2 വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് തൈറസ്റ്റർ T1. ഓക്കെ, അപ്പോൾ തൈറസ്റ്റർ T2ൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ് ആസ് കമ്പയർഡ് ടു തൈറസ്റ്റർ T1 ആവുന്നെങ്കിൽ, സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഒരേ കറണ്ടാണ് രണ്ടിലൂടെയും ഫ്ലോ ചെയ്യണേ, അല്ലേ? രണ്ടിലൂടെയും ഫ്ലോ ചെയ്യുന്നത് സെയിം കറണ്ടാണ്. പക്ഷേ T1ൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറവാണ്. പക്ഷേ T2ൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് എന്താണ് ലീക്കേജ് റെസിസ്റ്റൻസ് ഓഫ് T2 is greater than T1 and hence T2 shares a large portion of the applied voltage. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ലാർജർ പോർഷൻ ആരായിരിക്കും ഷെയർ ചെയ്യുക? T2 ആയിരിക്കും ഷെയർ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്താ അർത്ഥം എന്ന് വെച്ചാൽ തൈറസ്റ്റർ ഹാവിംഗ് ഹയസ്റ്റ് ലീക്കേജ് റെസിസ്റ്റൻസ് വിൽ ഷെയർ ദി ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദി അപ്ലൈഡ് വോൾട്ടേജ്. അതായത് നമുക്കറിയാം തൈറസ്റ്റർ T2നാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് ആസ് കമ്പയർ ടു തൈറസ്റ്റർ T1. സീരീസ് ഓപ്പറേഷനിലാണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഏതിലാണോ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് അവിടെ ആയിരിക്കും കൂടുതൽ വോൾട്ടേജ് ഷെയർ ചെയ്യുക, അല്ലേ? അപ്പോൾ സെയിം കറണ്ട് I0 ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം തൈറസ്റ്റർ T1ൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്, T2ൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. സോ തൈറസ്റ്റർ T2ലായിരിക്കും കൂടുതൽ എന്തുണ്ടാവുക? ലാർജർ പോർഷൻ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്തായിരിക്കും? മാക്സിമം വോൾട്ടേജ് അക്രോസ് ദ ടു SCR ക്യാൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 2 times V2 ആയിരിക്കും എന്നാണ് നമ്മുടെ വിചാരം ഉണ്ടാവുക, അല്ലേ? പക്ഷേ ആക്ച്വൽ കേസിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തൈറസ്റ്ററിന് 2V2 ഒന്നും ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ആകെ എന്ത് ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ? V1 plus V2 ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ. Okay, that is it is seen that the maximum voltage that the two SCR can block is only V1 plus V2 and it is not 2V2. ഓക്കെ, സോ നമുക്ക് അങ്ങനെ എന്താ പറയുക, ഫോർ ഈക്വൽ ആയിട്ടുള്ള ഷെയറിംഗ് ഓഫ് വോൾട്ടേജസ് അക്രോസ് 2 SCRs മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു സ്റ്റാറ്റിക് ഈക്വലൈസിങ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ റെസിസ്റ്റൻസസ് എന്ത് ചെയ്യുന്നു? പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ ഈ ഒരു
അതായത് നമുക്ക് വോൾട്ടേജ് ഷെയറിങ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൈറസ്റ്ററിന് അക്രോസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്റ്റാറ്റിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഫോഴ്സ് ഈക്വൽ ഷെയറിംഗ് ഓഫ് വോൾട്ടേജ് അക്രോസ് ടു SCRs നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സ് R have to be connected in parallel with each thyristor. അതായത് T1 അക്രോസും കണക്ട് ചെയ്യണം, T2 അക്രോസും കണക്ട് ചെയ്യണം, ഇനി നമ്മൾ T3 ഉണ്ടെങ്കിൽ T3 അക്രോസും കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഫോഴ്സ് ഈക്വൽ ഷെയറിംഗ് ഓഫ് വോൾട്ടേജസ് അക്രോസ് ദി SCRs നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ രണ്ട് SCRസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ റെസിസ്റ്റർ R have to be connected in parallel with each thyristor such that the parallel combination, അതായത് T1ന്റെ ആറിൻ്റെയും അതായത് T1ന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസും ആറും തമ്മിലുള്ള പാരലൽ കോമ്പിനേഷനും T2ന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസും ആറും തമ്മിലുള്ള പാരലൽ കോമ്പിനേഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഫോഴ്സ് equal current sharing of voltage across two SCRs നമ്മൾ എന്ത് ചെയ്യുന്നു, external resistor R have to be connected in parallel with each thyristor, അതായത് T1 അക്രോസും T2 അക്രോസും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, such that the parallel combination has the same resistance, അതായത് T1 ന്റെയും R ന്റെയും parallel combination has the same resistance as to that of that is T2 ആറും തമ്മിൽ T2ന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസും ആറും തമ്മിൽ പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും T1ഉം ഇൻസുലേഷൻ റെസിസ്റ്റൻസും ആറും തമ്മിൽ പാരലൽ കണക്ട് ചെയ്താൽ എന്തായിരിക്കണം, ഒരേ റെസിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഈക്വൽ ആയിട്ടുള്ള വോൾട്ടേജ് ഷെയറിംഗ് നടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഒരു പ്രോബ്ലത്തിന് നമ്മൾ അഡ്രസ് ചെയ്തു, ദാറ്റ് ഈസ് വൺ പ്രോബ്ലം വാസ് അൺഈക്വൽ ഷെയറിംഗ് ഓഫ് വോൾട്ടേജ് ആയിരുന്നു ഒരു പ്രോബ്ലം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, that is if one thyristor in the string has short reverse recovery time എന്താ സംഭവിക്കുക, it will alone support the string reverse voltage. അതായത് നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മളെ തൈറസ്റ്റർ T1 ന്റെ റിവേഴ്സ് റിക്കവറി ടൈമാണ് TRR1, തൈറസ്റ്റർ 2ന്റെ റിവേഴ്സ് റിക്കവറി ടൈമാണ് TRR2. അതായത് തൈറസ്റ്റർ T1 പെട്ടെന്ന് റിക്കവർ ചെയ്തു, പക്ഷേ തൈറസ്റ്റർ T2 എന്ത് ചെയ്തില്ല, പെട്ടെന്ന് റിക്കവർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ തൈറസ്റ്റർ T1ൽ പെട്ടെന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് മൊത്തം ഏതിന് അക്രോസാണ് വരിക, നമ്മുടെ തൈറസ്റ്റർ T1 അക്രോസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ അത് താങ്ങാൻ ചിലപ്പോൾ തൈറസ്റ്റർ T1 പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഡിഫറൻസ് ഇൻ റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിൻ്റെയും ഒരു മേജർ പ്രോബ്ലമാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിട്ടുള്ളൂ, സ്റ്റാറ്റിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിഫറൻസ് ഇൻ റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് വെച്ചിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്, ഡൈനാമിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് വെച്ചിട്ടാണ് ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ മിനിമൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ തൈറസ്റ്റർ T1 പെട്ടെന്ന് റിക്കവർ ചെയ്തു, പക്ഷേ തൈറസ്റ്റർ T2 ഇതിൽ റിക്കവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിലെ കറണ്ട് 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിൻ്റെ അക്രോസ് വോൾട്ടേജ് വരും അല്ലേ. കണ്ടക്ട് ചെയ്യുന്ന തൈറസ്റ്ററിൻ്റെ അക്രോസ് വോൾട്ടേജ് എന്തായിരിക്കും, 0 എന്ന് പറയാം, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. പക്ഷേ കണ്ടക്ട് ചെയ്യാത്ത സമയത്താണ് അതിൻ്റെ അക്രോസ് എന്തുണ്ടാവുക, മാക്സിമം വോൾട്ടേജ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തൈറസ്റ്റർ T1 എന്ത് ചെയ്തു, പെട്ടെന്ന് റിക്കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ തൈറസ്റ്റർ T1ഉം T2ഉം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വോൾട്ടേജ് ഏതിന് അക്രോസ് വരാനുള്ള ചാൻസ് ഉണ്ട്, തൈറസ്റ്റർ T1 അക്രോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡൈനാമിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് വൺ തൈറസ്റ്റർ ഇൻ ദ സ്ട്രിംഗ് ഹാസ് ഷോർട്ട് റിവേഴ്സ് റിക്കവറി ടൈം എന്താ സംഭവിക്കുക, ഇറ്റ് വിൽ അലോൺ support the string reverse voltage. The problem of unequal voltage sharing among the two series connected SCRs due to difference in their reverse recovery characteristics നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ത്, നമ്മൾ സ്റ്റാറ്റിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് പോലെ തന്നെ നമ്മൾ ഡിഫറൻസ് ഇൻ റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഡൈനാമിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്താണ്, ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് SCR T1 ഹാവ് ലെസ് TRR റിവേഴ്സ് റിക്കവറി ടൈം കുറവാണ്. ആസ് എ റിസൾട്ട് നമ്മുടെ തൈറസ്റ്റർ T1 എന്ത് ചെയ്യുന്നു, റിക്കവേഴ്സ് ഫാസ്റ്റർ ദാൻ T2. Therefore T1 will have to share maximum string voltage as T2 is not recovered. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയ ഡെൽറ്റ Q എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇറ്റ് റെപ്രസെന്റ്സ് ദ ഡിഫറൻസ് ഇൻ റിവേഴ്സ് റിക്കവറി ചാർജസ് ഓഫ് ദി ടു തൈറസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഇക്വലൈസേഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാം, വോൾട്ടേജ് ഇക്വലൈസേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കണക്ടിങ് എന്താണ്, ഡൈനാമിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക്. ഡൈനാമിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഷണ്ട് കപ്പാസിറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നു പാരലായിട്ട്. ഓക്കെ, സോ ദി വോൾട്ടേജ് ഇക്വലൈസേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കണക്ടിങ് ഷണ്ട് കപ്പാസിറ്റേഴ്സ് വിച്ച് വിൽ റിമൂവ് ദ ഇൻഇക്വാളിറ്റീസ് ഇൻ തൈറസ്റ്റർ സെൽഫ് കപ്പാസിറ്റൻസ്.
ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈറസിന് പാരലായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റെസിസ്റ്റൻസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ചാർജ് ചെയ്യണം. അപ്പോൾ ഈ ആർ സിൻ്റെ ഫംഗ്ഷൻ ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു ചാർജിങ് പാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മളൊരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേൺ ഓഫ് നടക്കുന്ന സമയത്താണ് റിവേഴ്സ് റിക്കവറി സംഭവിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഈ ടേൺ ഓഫ് പീരീഡ് നടക്കുന്ന സമയത്ത് ഡ്യൂറിങ് ദ ടേൺ ഓഫ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ സെൽഫ് കപ്പാസിറ്റൻസ്, അതായത് നമ്മളെ തൈറസ്റ്ററിന്റെ സെൽഫ് കപ്പാസിറ്റൻസും അതുപോലെ തന്നെ കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ ഷണ്ട് കപ്പാസിറ്റൻസിന്റെ കോമ്പിനേഷൻ എന്തായിരിക്കണം, അതേപോലെ T1ന്റെ സെൽഫ് കപ്പാസിറ്റൻസും സീൻഡിങ് കോമ്പിനേഷനും അതേപോലെ T2ന്റെ സെൽഫ് കപ്പാസിറ്റൻസും ഈ കപ്പാസിറ്റൻസിന്റെ കോമ്പിനേഷനും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതായത് വോൾട്ടേജ് ഇക്വലൈസേഷൻ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കണക്ടിങ് ഷണ്ട് കപ്പാസിറ്റേഴ്സ് വിച്ച് വിൽ റിമൂവ് ദ ഇൻഇക്വാലിറ്റീസ് ഇൻ ദ തൈറസ്റ്റർ സെൽഫ് കപ്പാസിറ്റൻസസ്. Therefore, during turn-off period, the resultant of self-capacitance and the shunt capacitance of each thyristor in a string become equal. Okay, അപ്പോൾ during the period for which any of the SCR is in the blocking state, എന്താ സംഭവിക്കുക, corresponding capacitor charged out. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ തൈറസ്റ്റർ T1 ആണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അക്രോസ് വരുന്ന വോൾട്ടേജ് കാരണം നമ്മൾ ഈ ഡയോഡ് എന്ത് ചെയ്യും, ഫോർവേഡ് ബയസ്ഡ് ആവും, നമ്മളെ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. അപ്പോൾ ഈ കപ്പാസിറ്റർ ഇനിഷ്യലി ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, നമ്മൾ സ്നെബർ സർക്യൂട്ട് പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ തൈറസ്റ്റർ T1 അക്രോസിലെ വോൾട്ടേജ് എന്താവില്ല, സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇനി ഈ കപ്പാസിറ്റർ അക്രോസിലെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്ന അതിനനുസരിച്ചാണ് നമ്മൾ ഈ തൈറസിന്റെ അക്രോസ് വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുക. അപ്പോഴേക്കും നമ്മളെ തൈറസ്റ്റർ T2 എന്തായിട്ടുണ്ടാവും, റിക്കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഡ്യൂറിങ് ദ പീരീഡ് ഫോർ വിച്ച് എനി ഓഫ് ദി SCR is in the blocking state, എന്താ സംഭവിക്കുക, ഈ കപ്പാസിറ്റർ ഉണ്ടാവും, നമ്മുടെ ഈ ഡയോഡിലൂടെ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യാൻ തുടങ്ങും. ദിസ് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക, സോ ദ കറസ്പോണ്ടിങ് കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ തൈറസിന്റെ അക്രോസ് വരുന്ന വലിയ വോൾട്ടേജിന് എന്ത് ചെയ്യും, അത് പ്രിവെന്റ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്ററിന്റെ അക്രോസുള്ള വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്ന അത് മെല്ലെ 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 ബിൽഡപ്പ് ചെയ്യും. അതിനനുസരിച്ച് നമ്മളെ ഈ തൈറസിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്താവുള്ളൂ, ബിൽഡപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം അപ്പോൾ ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ തൈറസിന്റെ T2 എന്താവും, ചിലപ്പോൾ റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് ഇൻ റിവേഴ്സ് റിക്കവറി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും അല്ലേ. സോ നമ്മൾ ടേൺ ഓഫ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് SCRനെ ഓൺ ആക്കുന്ന സമയത്ത് when the SCR is turned on, കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജസ്. ഓക്കെ, ഇതിലൂടെ ഡിസ്ചാർജ് ചെയ്യുക when the SCR. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ T1ന്റെ കാര്യം പറഞ്ഞത് അല്ലേ, T1ലാണ് സമയത്ത് ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യണം അല്ലേ. അപ്പോൾ SCR ടേൺ ഓൺ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ഡിസ്ചാർജസ് ഹെവി കറണ്ട് ത്രൂ തൈറസ്റ്റർ. ഓക്കെ, അപ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇവിടെ ഒരു ഡാമ്പിംഗ് റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു, ഇനി കപ്പാസിറ്റർ ഏത് പാത്തിലൂടെ ഡിസ്ചാർജ് ചെയ്യുക, ഇങ്ങനെ വന്ന് ഈ ഒരു പാത്തിലൂടെ ആയിരിക്കും അത് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ ഈ ഒരു പാത്തിലൂടെയാണ് ചാർജ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ചാർജ് ചെയ്യുന്ന ഒരു ഡയറക്ഷനിലും ഡിസ്ചാർജ് ചെയ്യുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ള കപ്പാസിറ്ററിലുള്ള ചാർജസ് എന്ത് ചെയ്യണം, ഇനി തൈറസ്റ്റർ T1 ഓൺ ആവുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യും. ഏതിലൂടെ, തൈറസ്റ്റർ T1ലൂടെ. അപ്പോൾ ഉണ്ടാകുന്ന ഹെവി കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യണം, ലിമിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, റെസിസ്റ്റർ RC യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡാമ്പിംഗ് റെസിസ്റ്റർ. ഓക്കെ, നമ്മൾ ഈ ഡയോഡ് D എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡയോഡ് D is also connected across RC which provides the path for charging the capacitor when forward voltage appears across the device. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ വോൾട്ടേജ് ഇക്വലൈസേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കണക്ടിങ് എങ്ങനെയാണ്, ഷണ്ട് കപ്പാസിറ്റേഴ്സ് വിച്ച് റിമൂവ്സ് ദ ഇൻഇക്വാലിറ്റീസ് in thyristor self capacitance. Okay, so therefore during turn off period the resultant of self capacitance and the shunt capacitance of each thyristor in a string becomes equal. Okay, so during the period for which any of the SCR in the blocking state, corresponding SCR will get charged. So when this SCR is turned on, in SCR നമ്മൾ turn on ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, the capacitor discharges heavy current through this SCR. Okay, so in order to limit this discharge current, a damping resistor RC is used in series with each capacitor as shown. നമ്മുടെ ഡയോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡയോഡ് D is also connected across RC which provides a path for charging the capacitor when forward voltage appears across the device.
ഓക്കെ, അപ്പോൾ നമ്മൾ സീരീസ് കണക്ഷൻ പഠിച്ചു. അതിൽ സ്റ്റാറ്റിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും ഡൈനാമിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റാറ്റിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഡിഫറൻസ് ഇൻ റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡൈനാമിക് ഇക്വലൈസിംഗ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് രണ്ട് ഡിസൈനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.